പറമ്പാടിന് 33 വർഷത്തെ പാരമ്പര്യം ഉണ്ടല്ലോ. ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ പറമ്പാടിന്റെ കയ്യിലുണ്ട്. അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? യെസ്, പറമ്പാട് ഏകദേശം 33 വർഷമാണെങ്കിൽ തന്നെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് ഓളോ ബ്ലോക്ക്. അന്ന് 2-3 ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ, മോഡൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പക്ഷേ 33 പരം മോഡൽസ് പറമ്പാട് ഇറക്കുന്നുണ്ട്. പിന്നെ സംഗതി ഇന്റർലോക്ക് ആദ്യം ഓർഡിനറി ഇന്റർലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈബ്രോ ഇന്റർലോക്ക് വന്നു. അതിന്റെ ഡിസൈനർ ബ്ലോക്കാണ് ഏകദേശം കോബ്ൾ മോഡലാണ് ഈ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ആഷ് ബ്ലോക്ക്, ഇത് വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. സിമെന്റ് വളരെ കുറഞ്ഞ മതി, ഏകദേശം 30% പ്രോഫിറ്റ് ആണ് നമുക്ക് ഇത് കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ, നമ്മൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ടൈൽസ് ഏറ്റവും കൂടുതൽ കാർപോർച്ചിനും അതുപോലെ ഇന്നർ സൈഡിലും അതുപോലെ ഔട്ടർ സൈഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്ലോക്കാണ് ഈ ടൈൽസിന്റെ ബ്ലോക്ക്. അത് AC ബ്ലോക്ക് ഏകദേശം ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്ലോക്കാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഏറ്റവും കൂടുതൽ വീട് ഏറ്റവും ഉയർന്ന ഭാഗങ്ങളും വീടിന്റെ പല ഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് AC ബ്ലോക്ക്. ജാലി ബ്രിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. വ്യത്യസ്ത രൂപത്തിൽ ഫ്രണ്ടിലും അതുപോലെ ഹെയർ ആ ലെവലിൽ ലഭിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ജാലി ബ്രിക്ക്. അതുപോലെ കസ്റ്റമൈസ് ഇഷ്ടിക, കളർ ടോണായിട്ട് എഞ്ചിനീയേഴ്സ് ഡെക്കറേറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്കാണ് ഈ ഇഷ്ടിക എന്ന ബ്ലോക്ക്. അതുപോലെ ഡോറമിൻഡോ, ഇത് സ്റ്റീലിൻ്റെ ഉണ്ട്, കോൺക്രീറ്റും ഉണ്ട്. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റേറ്റ് കുറഞ്ഞതും ഏറ്റവും കൂടുതൽ ലാഭമുള്ള ഒരു ബ്ലോക്കാണ് ഈ ഡോറമിൻഡോ സംഗതി. ഇത്രയും കാര്യങ്ങളൊക്കെ പറമ്പാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ.